കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലുണ്ടായ ഒരു വലിയ അത്യാഹിതം ഒരു ക്ഷീരകർഷകനെ തൻ്റെ ജീവിതമാർഗം അപ്പാടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും വെറ്റിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പല കർഷക ക്ലാസ്സുകളും അതുപോലെ തന്നെ അവബോധന ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ കർഷകർക്ക് ഇവരുടെ തീറ്റ രീതികളെക്കുറിച്ചും പശുക്കൾക്ക് എന്തെല്ലാം നൽകാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാറുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്ന പലപ്പോഴും ഉൽപ്പാദനത്തിനെ ആശ്രയിച്ചാണ്. അതായത് കൂടുതൽ ലാഭകരമായി എങ്ങനെ പശു വളർത്താം, എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകും തുടങ്ങിയ ഒരു അവബോധ രീതിയിലേക്കാണ് നമ്മൾ നാളിതുവരെ വർത്തിച്ചു വരുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായി കർഷകർക്ക് പശുക്കൾക്ക് എങ്ങനെ തീറ്റ നൽകണം, എങ്ങനെ അതിൻ്റെ ആരോഗ്യ പരിപാലനം സാധ്യമാകും എന്ന മേഖലയിൽ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും പശുക്കൾ മറ്റ് മൃഗങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തരാകുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ ദഹന പ്രക്രിയയിൽ. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ പശുക്കളുടെ ദഹന വ്യവസ്ഥിതി എന്നുള്ളതാണ്. ഇതിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഇതിൻ്റെ ആമാശയത്തിലെ 4 അറകളിൽ ഒന്നായിട്ടുള്ള റൂമനിൽ അധിവസിക്കുന്ന സൂക്ഷ്മജീവികളാണ്. ഈ ജീവികളാണ് കൃത്യമായി ഇതിൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ദഹനം സാധ്യമാക്കുന്നത്. ഇത് നാരിൻ്റേതാണെങ്കിലും അതുപോലെ തന്നെ കാലിത്തീറ്റയുടെ ആണെങ്കിലും എല്ലാം തന്നെ വ്യത്യസ്തമായ സൂക്ഷ്മജീവികൾ അതിൽ പ്രവർത്തിച്ച് പശുവിന് ആവശ്യമായ നിലയിലുള്ള പോഷകങ്ങൾ ലഭ്യമാക്കാനായിട്ട് ഈ സൂക്ഷ്മജീവികൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ ദഹനവും അതുപോലെ പശുവിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നത്. ഈ സൂക്ഷ്മജീവികൾക്ക് വർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ റൂമിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനമാണ് റൂമൻ pH എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഒരു 6.2 മുതൽ 6.8 വരെ മാത്രമാണ് ഈ pH റൂമിനുള്ളിൽ വേണ്ടത്. അതിൽ മാത്രമാണ് ഈ സൂക്ഷ്മജീവികളെല്ലാം വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ pHനെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ പെട്ടെന്ന് നൽകിയിട്ടുള്ള ഈ ബെറോട്ട പോലുള്ള അല്ലെങ്കിൽ അരിയോ കഞ്ഞിയോ പോലുള്ള വസ്തുക്കളെല്ലാം തന്നെ വളരെ എളുപ്പം ദഹ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുമ്പോൾ ഇത് ഒരു പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ പെട്ടെന്ന് തന്നെ ദഹിക്കുകയും ഇത് അതിൻ്റെ ശരീരത്തിൽ, അതായത് ഈ ആമാശയത്തിൽ വളരെയധികം ആസിഡ് ഉൽപ്പാദനം, ലാക്റ്റിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അതുവഴി pH വളരെയധികം കുറയുവാനും ഇടയാക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ pHൽ ഈ അണുക്കളെല്ലാം തന്നെ നശിച്ചു പോവുകയും ദഹനക്കേടിലേക്കോ അല്ലെങ്കിൽ സ്തംഭനത്തിലേക്കോ തന്നെ ഈ പശുവിൻ്റെ ശരീരത്തിൽ പിന്നെ ഒരു വസ്തുക്കളും ദഹിക്കുകയില്ല, മറിച്ച് അതിൻ്റെ റൂമൻ തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് മാറുകയും ഇതുവഴി അക്യൂട്ട് റൂമൻ അസിറോസിസ് എന്ന കണ്ടീഷനിലേക്ക് വരികയും ഇത് പിന്നീട് രക്തത്തിൽ ഈ ആസിഡ് കലരുവാനും അതോടൊപ്പം തന്നെ നിർജലീകരണവും തുടർന്നുള്ള കോംപ്ലിക്കേഷനോട് കൂടിയിട്ട് പശുവിൻ്റെ മരണത്തിൽ കലാശിക്കുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും ഡെത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഷോക്കിലൂടെയാണ്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ഈ 5 പശുക്കൾ ഒരുമിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോരായ്മയിൽ തന്നെയാണ്. അതുകൊണ്ട് കർഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് ശരിക്ക് ദഹിപ്പിക്കുവാൻ കഴിയുന്നതാണ് കൂടുതൽ നാര് അടങ്ങിയിട്ടുള്ള പുല്ലും വൈക്കോലും ഒക്കെ തന്നെ, അതുപോലെ തന്നെ കാലിത്തീറ്റയും എല്ലാം പശുക്കൾക്ക് ദഹിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് അതിൻ്റെ റൂമൻ്റെ pHകൾ കാര്യമായ വേരിയേഷൻ ഇല്ലാതെ എന്നും വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു തീറ്റക്രമത്തിലൂടെ നമുക്ക് ഈ ദഹനം പൂർണ്ണമായും സാധ്യമാകും. അല്ലാതെ പെട്ടെന്നുള്ള തീറ്റ മാറ്റത്തിലൂടെ പശുക്കൾക്ക് ഈ പറഞ്ഞ ലാക്റ്റിക് അസിറോസിസ് പോലുള്ള അവസ്ഥയിലേക്ക് വരികയും മരണം തന്നെ സംഭവിക്കാവുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യും. അതിനായി നമ്മൾ ഏറ്റവും നന്നായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കുന്ന സാധാരണ നൽകുന്ന തീറ്റയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം വരുത്തുകയാണെങ്കിൽ അത് വളരെ സാവധാനത്തിലായിരിക്കണം, ഗ്രാജ്വലായിട്ടുള്ള. ഇത് ഏറ്റവും ആപ്ലിക്കബിളായിട്ടുള്ള ഇപ്പോൾ വെറോട്ടയോ അല്ലെങ്കിൽ ഇഡലിയോ അല്ലെങ്കിൽ ചോറോ കൊടുക്കുന്നതിൽ മാത്രമല്ല, ഒരു കാലിത്തീറ്റയിൽ നിന്ന് മറ്റൊരു കാലിത്തീറ്റയിലേക്കുള്ള മാറ്റം പോലും നമ്മൾ ഒരു ഗ്രാജ്വൽ പ്രോസസ്സിലൂടെ തന്നെ വേണം. ഒരാഴ്ച സമയമെടുത്തെങ്കിലും മാറ്റുന്നതായിരിക്കും പശുക്കൾക്ക് ഈ തീറ്റയോട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിലൂടെ ഇതിൻ്റെ ഉൽപ്പാദനവും ആരോഗ്യവും ഒക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. പശുക്കൾക്ക് സാധാരണയായി നൽകുന്ന തീറ്റകൾ എന്ന് പറയുന്നത് പുല്ലും വൈക്കോലും അതോടൊപ്പം തന്നെ കാലിത്തീറ്റയും അല്ലെങ്കിൽ ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ളതും എല്ലാം തന്നെ നൽകാവുന്നതാണ്. പക്ഷേ ഇത് നൽകുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ
വളരെ കൃത്യമായിട്ടൊരളവിൽ കൃത്യസമയങ്ങളിൽ തന്നെ നൽകുകയാണെങ്കിൽ പശുക്കൾക്ക് ദഹനത്തിന് യാതൊരു പ്രശ്നവുമില്ല. അതേസമയം കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ഇഡലി, ദോശ പോലുള്ള പ്രിപ്പയർഡ് ഫുഡ് നൽകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പുളിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പശുക്കൾക്ക് അത്തരം ഒരു തീറ്റയെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു പരിചയവുമില്ല പശുവിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം തീറ്റകൾ പശുക്കളിൽ കാര്യമായ ദഹനക്കേടിലേക്ക് നയിക്കുന്നതായി കാണും. നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ്, പാഴേ പോകുന്ന പശുവും വയറ്റിൽ എന്ന് പറയുന്ന ഒരു ചൊല്ല് അനർത്ഥമാക്കുന്ന രീതിയിലാണ് കർഷകർ പലപ്പോഴും, അതായത് അയൽ വീടുകളിലുണ്ടാകുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ തുടർന്നുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ പശുവിന് നൽകാം എന്നുള്ളൊരു തെറ്റായ അവബോധമാണ് പലപ്പോഴും ഇത്തരം ഈ അസിഡോസിസ് കണ്ടീഷനിലേക്കൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കളെല്ലാം തന്നെ പശുവിൻ്റെ തീറ്റയിൽ ഉടനടി ചേർക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. മറിച്ച് സാധാരണ കൊടുക്കുന്ന തീറ്റകൾ തന്നെ തുടരുക. ഇനി അഥവാ കുറച്ച് നൽകണമെങ്കിൽ ചെറിയ അളവിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ചെറിയ ദഹനക്കേടോ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമായിട്ട് അത് അവസാനിക്കും. പക്ഷേ വലിയ അളവിൽ നൽകുന്നത് തീർച്ചയായും പശുവിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണ്.